ഇന്ത്യക്കെതിരെ വീണ്ടും നുണപ്രചരണവുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ. ഇന്ത്യ-പാക് സംഘർഷത്തിനിടെ ഇന്ത്യ വെടിനിർത്തലിനായി അപേക്ഷിച്ചെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ തേടിയെന്നുമാണ് മുനീറിന്റെ വാദം. ഇന്ത്യക്കെതിരെ വീണ്ടും നുണപ്രചാരണവുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ. ഇന്ത്യ-പാക് സംഘർഷത്തിനിടെ ഇന്ത്യ വെടിനിർത്തലിനായി അപേക്ഷിച്ചെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ തേടിയെന്നുമാണ് മുനീറിന്റെ വാദം. ബെൽജിയത്തിലെ ബ്രസൽസിൽ പാക് വംശജരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുനീർ. ഓപ്പറേഷൻ സിന്ദൂറിനിടെ കനത്ത തിരിച്ചടി നേരിട്ട പാകിസ്ഥാൻ വെടിനിർത്തലിനായി ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും സൈനിക തലത്തിലെ ചർച്ചകളിലൂടെ ഇന്ത്യ ആക്രമണം നിർത്തുകയുമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ തങ്ങളുടെ 13 സൈനികരടക്കം 50-ലേറെ പേർ കൊല്ലപ്പെട്ടെന്ന് അടുത്തിടെ പാക് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലെ കനത്ത തിരിച്ചടിയേറ്റതിന് പിന്നാലെ പാകിസ്ഥാനാണ് വെടിനിർത്തലിന് ആവശ്യം ഉന്നയിച്ചതെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് സൈനിക മേധാവി പച്ചക്കള്ളം പറയുന്നത്. മെയ് 10-ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ വിളിച്ചാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുന്ന കാര്യം അറിയിച്ചത്. റാവൽപിണ്ടിയിലെ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമതാവളം ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. വെടിനിർത്തൽ ആവശ്യം പാക് സൈനിക ഡയറക്ടർ ജനറൽ നേരിട്ട് ഉന്നയിക്കട്ടെ എന്നായിരുന്നു ഇന്ത്യ സ്വീകരിച്ച നിലപാട്. തുടർന്ന് നടത്തിയ സംഭാഷണത്തിനൊടുവിലാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത്. മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.